ഗൈസ് നമ്മുടെ ഇതിപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ബബിൾ മേക്കിംഗ് മെഷീനാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു സാധനം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഓട്ടോമാറ്റിക് ബബിൾ മേക്കിംഗ് മെഷീൻ. ഞാനിത് ഫുൾ എൻ്റെ ഓൺ ഡിസൈനാണ്. പിന്നെ നിങ്ങൾ ഇതേപോലത്തെ ഒരെണ്ണം ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ ഉണ്ടാക്കണം, ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ. ഗൈസ് ഞാൻ ആദ്യം തന്നെ പറയാൻ വരുന്ന കാര്യം, ഞാനിപ്പോൾ സയൻസ് എക്സിബിഷൻ ആയിരുന്നു എൻ്റെ സ്കൂളിൽ. അപ്പോൾ ഞാൻ അതിനാണ് വേണ്ടിയാണ് ഈ സംഭവം ഉണ്ടാക്കിയത്. അത്യാവശ്യം സെറ്റ് സാധനമായി വർക്ക് ചെയ്തു. പക്ഷെ എനിക്ക് തോന്നിയ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ സാധനം കണ്ടോ, ഈ സൈഡ് നിറത്തെ പോലെ നിറച്ച് ഓട്ടിടുക. നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ നിറച്ച് ഓട്ടിടുന്നത്. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഇതേപോലെ ഓട്ടിടാൻ പാടില്ല. കാരണം ഒരു ബബിൾസ് ഞാൻ ഇപ്പോൾ രാത്രി ഉണ്ട്, ഞാൻ നാളെ വേണമെങ്കിൽ ഒരു നല്ലൊരു വീഡിയോ ഇടാൻ വേണ്ടി ജസ്റ്റ് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കിയാൽ മതി, എൻ്റെ കയ്യിലുണ്ടാവും ഈ വീഡിയോ. ഇപ്പോൾ രാത്രി ഞാനിപ്പോൾ ലോഞ്ച് ചെയ്യാത്ത. ഓക്കെ ഗൈസ്, അതും പറയണില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇവിടെ ഓരോ ഓട്ടോകളുണ്ട്. ഈ ഓട്ടോയിൽ നിന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഓൺ ചെയ്തിട്ട് ബബിൾസ് ഇതിൽ കൂടെ വരും. അപ്പോഴേക്കും ഇത് കറങ്ങിയിട്ട് മറ്റേ ബബിൾസ് ഇതിൽ കൂടെ വരും. അങ്ങനെ ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പത പോലത്തെ ഫോമിൽ ഇങ്ങനെ നിറച്ച് വന്നിരിക്കുക. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ആദ്യം തോന്നിയത്. പിന്നെ നിങ്ങൾ ഈ മിനി മോട്ടർ അങ്ങനത്തെ മോട്ടറൊന്നും ഒരിക്കലും എടുക്കാൻ ശ്രമിക്കരുത്. കാരണം മിനി മോട്ടർ ഒരു കാര്യമില്ല, അതിന് വേറെ ഓൾറെഡി ഉണ്ടാക്കി എന്നിട്ട് കേടായി പോകുന്നത്. അത് നിങ്ങൾ മാക്സിമം നല്ല ഹൈ സ്പീഡ് ഡ്രോൺ മോട്ടർ അങ്ങനത്തെ മോട്ടർ നോക്കുക, അല്ലെങ്കിൽ ഇതേപോലത്തെ മോട്ടർ നോക്കുക. പിന്നെ എൻ്റെ ഉള്ളിൽ ഞാൻ യൂസ് ചെയ്തത് ഗിയർ മോട്ടറാണ്. പ്ലസ് നിങ്ങൾ 9 വോൾട്ടിൻ്റെ ഒന്നും ബാറ്ററി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റേ ടട്ടറിന് സോൾഡർ ചെയ്ത് കിട്ടുന്നു. ഓക്കെ, 9 വോൾട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. 1.5 വോൾട്ട് തന്നെ ധാരാളമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ 1.5 വോൾട്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ വയറിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിലേക്കാണ് കൊടുത്ത് വെക്കുന്നത്. ഇതിനൊരു അഡാപ്റ്റർ ഉണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ ഒരു അഡാപ്റ്റർ ഉണ്ട്. അത് പ്ലഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായി വർക്ക് ആവേണ്ടതാണ്. ഇതിൻ്റെ സിമ്പിൾ വയറിംഗ് ആണ്. വേറെ മെക്കാനിസം ഇതിൻ്റെ സ്വിച്ച് വരണം. ഇതും വിട്ടു നിങ്ങൾ പിന്നെ മാക്സിമം കഴിച്ച് ഇത് നിറച്ച് ബബിൾസാണ്. ഇപ്പോൾ നന്നായി പതയും. അപ്പം മാക്സിമം ഒട്ടിക്കുക. ഞാനിപ്പോൾ അങ്ങനെ ഒട്ടിച്ചു. സ്വിച്ച് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് വിട്ടുപോയതാണ്. ഗൈസ്, ഞാനിതിൻ്റെ റിവ്യൂ ആട്ടോ പറയണേ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ തന്നെ ഉണ്ടാക്കിയ എൻ്റെ റിവ്യൂ ആണ് ഗൈസ്. ഞാൻ യൂട്യൂബൊക്കെ നോക്കി ഉണ്ടാക്കിയിട്ട് മരിക്കാറില്ല. അങ്ങനെ തന്നെ രസം ഉണ്ടായിരുന്നു കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക് എന്തോ. ഇതിന് ജസ്റ്റ് ഒരെണ്ണം മുറിക്കും, ഇതിലത്തെ ഒരെണ്ണം ഇതിലേക്ക്. പിന്നെ ഇത് ഓർഡർ ചെയ്തതാണ്. ഈ ഗാനം നല്ല ബെസ്റ്റ് സെറ്റ് ചെയ്ത് കാണണം. പ്ലസ് ഇത് ഓൺ ചെയ്യണം. അപ്പോൾ ഞാനിത് ഓൺ ചെയ്യാൻ പോണ ഗൈസ്. അയ്യോ, പ്ലഗ് ചെയ്തിട്ടില്ല. പ്ലഗ് ചെയ്യുമ്പോൾ ഇതിൽ കൂടെ ഇത് നല്ല ഹൈ സ്പീഡ് കാരണം ഇത് പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക് യു. ദിസ് ഇസ് ഫ്രം വയലൻസ്. ഞാൻ ഓൺ ചെയ്യാൻ 1 മിനിറ്റ് എത്തി.